ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവയെ മുഹ്യന്തേയക്ഷൂരയാസ്തേജോ വാരിമൃതാം യഥാ വിനിമയോ എത്ര തികർഗോമുഷ നാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 14-ാമത്തെ അധ്യായം തുടങ്ങി നമ്മൾ 15 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. 15-ാമത്തെ ശ്ലോകം ഇതി താം വീരമാരീച കൃപണാം ബഹുഭാഷിണീം പ്രത്യാഹ അനുനയൻ വാച പ്രവൃദ്ധാനംഗകശ്മലാം. ദിതി തൻ്റെ ഭർത്താവായിരിക്കുന്ന കശ്യപനോട് സന്താനാഭ്യർത്ഥന നടത്തി. അത് ഏത് സമയത്ത്? സന്ധ്യാസമയത്ത്. സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടവും. സന്ധ്യയ്ക്കുണ്ടായിട്ടുള്ളവരൊക്കെ ആസുര സ്വഭാവികളാവുന്ന, എല്ലാറ്റിനും പണ്ടത്തെ കാലത്തൊക്കെ ഓരോ സമയവും സമ്പ്രദായവും വെച്ചിട്ടുണ്ട്. ഈ പുരുഷബന്ധമോ ലൈംഗികത ഒരിക്കലും തെറ്റല്ല, മനുഷ്യന് അനിവാര്യമാണ്, എല്ലാ ജീവികൾക്കും വേണ്ടതാണല്ലോ. പക്ഷേ എല്ലാ ജീവികളെ പോലെ അല്ലല്ലോ മനുഷ്യൻ. അത് ചെയ്യുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട് അല്ലേ? ജീവികൾക്ക് എവിടെയാവാം, ഏത് സമയത്തും ആവാം. അതുപോലെ മനുഷ്യൻ പതിവുണ്ടോ? അതിന് അതിൻ്റേതായിട്ട് രീതിയിലും മനുഷ്യൻ ചെയ്യുന്ന പോലെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു തെറ്റാണ് സത്യത്തിൽ ദിതി ഇവിടെ ചെയ്തത്. അത് ഭഗവാൻ്റെ ഒരു സങ്കല്പമാണ്. കാരണം അതുകൊണ്ട് ചില കാര്യങ്ങൾ ലോകത്തിൽ നടക്കണം. അതാണ് സർവം ഭവത്പ്രേരണ ഏവ ഭൂമൻ. ലോകത്തിലുള്ളതൊക്കെ ഈശ്വരപ്രേരണ കൊണ്ട് അത്രയും നടക്കുക. അങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ, അത് വേണ്ടായിരുന്നു എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ഈശ്വര വിചാരമുള്ളവരുടെ പ്രവൃത്തികളൊക്കെ ഈശ്വരനാണ് നിയന്ത്രിക്കുന്നത്. അതിന് ഭഗവാനൊരു ഉദ്ദേശം ഉണ്ടാവാം പലപ്പോഴും എന്നാണ്. ഏഷദേഹം വിദാസ്യാമി പ്രിയം വീര്യതിശസീ തസ്യ കാമന്ന കുര്യാത് സിദ്ധിത്തൈവർക്കിഗീയത. സാധാരണ സ്ത്രീകളെ വിളിക്കുന്ന ഒരു പേരാണ് ഈ ഭീരു. ഭയശീലെ, ലജ്ജയുള്ളവളെ, അടക്കമൊതുക്കമുള്ളവളെ എന്നൊക്കെ അതിനർത്ഥം പറയാം. ഈ ഭീരു ഭയം എന്ന് മാത്രമല്ല ഉള്ളൂ. ഭീരു യത്തിച്ഛസി, ഏതൊന്നിനെ നീ ഇച്ഛിക്കുന്നുവോ, തേ പ്രിയം, നിൻ്റെ ഇഷ്ടം, ഞാൻ വിദാസ്യാമി, തീർച്ചയായിട്ടും സാധിപ്പിക്കാം. അത് ഭർത്താവിൻ്റെ കടമയാണ്. ഏഷതേഹം വിദാസ്യാമി, അത് ഞാൻ സാധിപ്പിച്ചു തരാം. യതിച്ഛസി, നീ എന്തിച്ഛിക്കുന്നോ അത് തീർച്ചയായിട്ടും നടത്താം. ത്രൈവർഗികി, ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നുള്ളതാണ്. ഈ ധർമ്മവും അർത്ഥവും കാമമാണ് ഈ ത്രൈവർഗികി. മോക്ഷത്തിൽ വന്നിട്ടില്ല, ത്രൈവർഗികം. അപ്പോൾ അതിലാ സിദ്ധി ആരിൽ നിന്നുണ്ടാകുന്നുവോ അവളുടെ ആഗ്രഹം സാധിപ്പിക്കാതിരിക്കുക എന്നത് ശരിയല്ല എന്ന്. ആരാണ് സാധിപ്പിക്കാതിരിക്കുക? ഒരു പുരുഷനാണെങ്കിൽ സ്ത്രീയും സ്ത്രീക്ക് പുരുഷനുമാണ് ഈ ലോകം തരണം ചെയ്യാനുള്ള ആശ്രയം. പരസ്പര ആശ്രയമാണ്. അതില്ലെങ്കിൽ ഒരു അർത്ഥവും ജീവിതത്തിന് ഉണ്ടാവില്ല എന്നാണ് സാധാരണക്കാരെ പറ്റി പറയുന്നത്. ഒരു ദിക്കിൽ ഗൃഹസ്ഥാശ്രമമാണ്, ഗൃഹസ്ഥാശ്രമത്തിൻ്റെ വിഷമങ്ങൾ, വീട്. ഗൃഹാന്ത കൂപേ പതിതോ യഥാ പശു, ഗൃഹാന്ത കൂപത്തിൽ വീണു എന്നൊക്കെ പറയും. പക്ഷേ ഒന്ന് കാര്യം ധരിക്കേണ്ടത്, ഒരിക്കലും അത് വേണ്ടാത്തതല്ല എന്നാണ്. ഗൃഹാന്ത കൂപേ പതിത, ഗൃഹമാകുന്ന അന്ധകൂപത്തിൽ വീഴുക, കിണറിൽ വീഴുക, അന്ധകാരത്തിൽ വീഴുക, സംസാരത്തിൽ മുങ്ങുക. ഈ സ്തുതിയിലാണെങ്കിലും ഉപദേശത്തിലാച്ചാലും ഇതൊക്കെ പലപ്പോഴും കാണാമെങ്കിലും അവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സാധാരണ ഒരു ആവറേജ് മനുഷ്യനെ സംബന്ധിച്ച് ഇത് വേണ്ടാത്തതല്ല. ഇതൊരിക്കലും വേണ്ടാത്തതല്ല. പിന്നെ എങ്ങനെയാണ് വേണ്ടത്? അതിലിരിക്കുമ്പോഴും അതിൽ മുങ്ങാതെ കഴിയാൻ പറ്റണം. അത്രയേ പറഞ്ഞുള്ളൂ. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഗൃഹസ്ഥാശ്രമം വേണ്ടാതെ നേരിട്ട് നിവൃത്തി മാർഗത്തിലേക്ക് എത്താവുന്നത്. അതൊന്നും ഒരു സാധാരണ മനുഷ്യനോ, ഭൂരിപക്ഷം മനുഷ്യനോ, 98% മനുഷ്യനോ പറഞ്ഞതല്ല. അതുകൊണ്ടാണ് ഈ ഭാഗവതം ഗൃഹസ്ഥാശ്രമത്തെ തള്ളുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു
അതിന് ഗൃഹസ്ഥാശ്രമത്തിന് സഹായിക്കുന്നത് ആരാ? സ്ത്രീയാണ്. സ്ത്രീകൾക്ക് ആരാണ്? പുരുഷനാണ്. ഇത് രണ്ടും അന്യോന്യം ആശ്രയത്തിൽ നിൽക്കുന്ന നീ ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ ഞാനത് സാധിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അതിനെന്താണ് അർത്ഥം? അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഞാൻ സാധിപ്പിച്ചു തരാം. ത്രൈവർഗീ യഥാ, ഗൃഹസ്ഥാശ്രമത്തെ ഒട്ടും തള്ളിയിട്ടില്ല. പക്ഷെ അതിൽ മുങ്ങരുത്. തോണി വെള്ളത്തിൽ പോകുമ്പോൾ വെള്ളമില്ലെങ്കിൽ തോണി പോവില്ല. പക്ഷേ ആ വെള്ളം ഉള്ളിൽ കയറിയാലോ? ഉള്ളിൽ കയറിയ തോണിയുടെ കഥ കഴിഞ്ഞു ഇല്ലേ? അതിൽ പോണ ആൾക്കാരുടെ ജീവൻ്റെ കഥയും കഴിഞ്ഞു. ഇതുപോലെയാണ് ഗൃഹസ്ഥാശ്രമം. അപ്പോൾ അതിലാണ് നമ്മൾ ഇരിക്കണത്. എങ്കിലും അതിൽ മുങ്ങി പൊങ്ങരുത്. ഇതൊക്കെ തന്നെയാണ് സത്യം, ഇതിലപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് വിചാരിക്കരുത്. ഇത് മായി ശരീരം എടുത്തതുകൊണ്ട് വേണ്ട ഒരു ഇടത്താവളം, അത്രയേ ഉള്ളൂ. ഇതിലപ്പുറത്തും ചില കാര്യങ്ങളുണ്ട് എന്ന് ഓർത്തിട്ട് അതിൽ ഇരിക്കുമ്പോൾ ഒരു തകരാറും സംഭവിക്കില്ല. ഭക്തന്മാരാണെങ്കിലും ജ്ഞാനികളാണെങ്കിലും ഒക്കെ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ചവരാണ്. വസിഷ്ഠൻ, കുചേലൻ, വിശ്വാമിത്രൻ, ഇവരൊക്കെ ഗൃഹസ്ഥന്മാരല്ലേ. പക്ഷെ അവരൊക്കെ മഹാമുനിമാരെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഈശ്വര വിചാരത്തിന് തടസ്സമല്ല. പക്ഷെ അതിൽ മുങ്ങിപ്പൊങ്ങരുത്. സർവാശ്രമാനുപാദായ സ്വാശ്രമേണ കളത്രവാൻ വ്യസനാർണവം അത്യേതി ജലയാനേർ യഥാർണവം. അതിൽ എന്നും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാര്യയുള്ളവൻ കളത്രവാൻ, കളത്രം ഭാര്യ, കളത്രവാൻ ഭാര്യയുള്ളവൻ, സ്വാശ്രമേണ തൻ്റെ ആശ്രമത്തോടു കൂടി. കശ്യപൻ തന്നെ മഹർഷി എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ദിതി അതിഥി 2 പത്നിമാരില്ലേ? ആശ്രമത്തോടു കൂടി സർവാശ്രമാൻ, സർവാശ്രമങ്ങളെയും സ്വീകരിക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തിലിരുന്നാൽ എല്ലാ ആശ്രമവും കിട്ടിയെന്നാണ്. വാനപ്രസ്ഥം, സന്യാസം ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവാം. ഒന്നും പരസ്പര വിരുദ്ധങ്ങളല്ല, പരസ്പര വിരുദ്ധങ്ങളല്ല. ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആണ്. എല്ലാം പരസ്പര പൂരകങ്ങളാണ്. പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഗൃഹസ്ഥാശ്രമത്തിൽ വിരക്തി നമുക്ക് കൊണ്ടുവരാൻ പറ്റും, തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. പക്ഷേ സന്യാസാശ്രമത്തിൽ ഗ്രാഹസ്ഥ്യം കൊണ്ടുവരാൻ പറ്റില്ല. സന്യാസാശ്രമത്തിലോ വാനപ്രസ്ഥത്തിലോ ബ്രഹ്മചര്യത്തിലോ ഗ്രാഹസ്ഥ്യം എന്ത് എന്ന് അറിയാൻ പറ്റില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ ഇതൊക്കെ അറിയാം. വിരക്തി വേണ്ടവർക്ക് ഉണ്ടാക്കാം, ശ്രമിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ പലരും അതിൽ മുങ്ങിയിരിക്കുകയാണ്. അത് തന്നെയാണ് സത്യം എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ മറ്റവർക്കില്ലാത്തൊരു സൗകര്യം ശരിക്കും പറയാച്ച ഗൃഹസ്ഥാശ്രമിക്ക് ഉണ്ട് എന്നാണ് പറയേണ്ടത്. അവിടെ ഗൃഹസ്ഥനൊട്ടും താഴേന്ന് എവിടെയും, പ്രത്യേകിച്ചും ഭാഗവത്തിൽ ഇപ്പോൾ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗൃഹസ്ഥാശ്രമാൻ, എല്ലാ ആശ്രമങ്ങളെയും നമുക്ക് സ്വീകാര്യമാണ്. ഗൃഹസ്ഥാശ്രമം ഇല്ലെങ്കിൽ മറ്റ് ആശ്രമങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ? പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഒരു ആശ്രമം, സന്യാസിമാരുടെ ഒരാശ്രമം എന്ന് കൂട്ടുക, അത് നടക്കണത് എങ്ങനെയാണ്? ഗൃഹസ്ഥൻ്റെ അധ്വാനത്തിൻ്റെ എമൗണ്ട് ചെക്ക് അവിടേക്ക് അക്കൗണ്ടിലേക്ക് കയറിയതുകൊണ്ടാണ്. അല്ലച്ചാൽ ആശ്രമം അടച്ചു പൂട്ടുക, അവിടെ തീ പുകയില്ല, തികയുമോ? പണ്ട് കാട്ടിൽ പഴങ്ങൾ പറിച്ചിട്ടെങ്കിലും കഴിച്ച് കൂട്ടാൻ കിഴങ്ങും കായും എന്ന് വിചാരിക്കുക. എന്നോ ഏതാശ്രമമായിക്കോട്ടെ ഗൃഹസ്ഥൻ്റെ അധ്വാനമാണ് അതിനടിസ്ഥാനം. അത് പറയുന്നതിൽ ഒരു തെറ്റും വേണ്ട. അപ്പോൾ ഗൃഹസ്ഥയല്ലേ സന്യാസത്തിന് ഇവിടെ അടിസ്ഥാനമായിട്ട് വന്നത്. ഭിക്ഷ എടുക്കണം സന്യാസിമാർ. എവിടെ പോയിട്ടാണ് ഭിക്ഷ എടുക്കുക? ഗൃഹസ്ഥൻ്റെ മുമ്പിൽ പോയിട്ടാണ് ഭിക്ഷ എടുക്കുക. ഗൃഹസ്ഥനില്ലെങ്കിലോ അവരുടെ ധർമ്മം മുന്നോട്ട് പോവില്ല. ഇവിടെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. സ്വാമിയാണ് സന്യാസിയാണെന്ന് പറഞ്ഞാൽ കുറേ എവിടേക്കോ മീതയാണ്. സ്വാമി ഭാഗവതം വായിച്ചാൽ 500 റുപ്യ ദക്ഷിണ, 1000 റുപ്യ ദക്ഷിണ. ഗൃഹസ്ഥൻ ഭാഗവതം വായിച്ചാൽ 50 റുപ്യ മതി. പൈസയുടെ കാര്യം പറഞ്ഞു കേട്ടോ. ആ ഒരു കാഴ്ചപ്പാട് തെറ്റാണ്. കാരണം ഗൃഹസ്ഥനാണല്ലോ പൈസ വേണ്ടത്. സന്യാസിയുടെ കാര്യമൊക്കെ ആശ്രമം നോക്കിക്കോളും. അപ്പോൾ ഗൃഹസ്ഥനെ ഒട്ടും നമ്മൾ കുറച്ച് കാണരുത്. സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. സർവാശ്രമാൻ ഉപാദായ ജലയാനൈ, ജലത്തിൽ സഞ്ചരിക്കുന്ന, കണ്ടോ, വാഹനത്തോടുകൂടെ അർണവം യഥാ. നമ്മൾ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. സമുദ്രത്തിലൊരു വാഹനത്തിൽ കയറിയാൽ ആ വെള്ളമാണ് ഈ വാഹനത്തിന് അടിസ്ഥാനം. അതേസമയം വെള്ളം ഉള്ളിൽ കയറിയാലോ? കപ്പലിൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. ഉള്ളിൽ കയറാതെ അതിൽ സഞ്ചരിക്കാൻ കഴിയണം. വ്യസനാർണവം, ദുഃഖിക്കും. നേരെ മറിച്ച് ഈ വെള്ളത്തിനെ ഉള്ളിൽ കയറ്റാതെ ഏതൊരാൾ ഇതിൽ സഞ്ചരിച്ച് ഇതിനെ കടക്കുന്നുവോ അവൻ ദുഃഖത്തെ അതിക്രമിക്കുന്നു, അത്യേതി കടക്കുന്നു. അവന് ദുഃഖം ഉണ്ടാവില്ല. അവൻ ഗൃഹസ്ഥാശ്രമ അനുഭവങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും. അതേസമയം അതിൽ മുങ്ങാതെ
അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇതൊരു തത്വം പറഞ്ഞിരിക്കുകയാണ്. കഥയുടെ ഇടയിൽ ഒരു തത്വം. ഒരു കഥയും വെറുതെ ഇല്ലല്ലോ ഭാഗവത്തിൽ പറയണത്. സർവാശ്രമാനുപാതായ സ്വാശ്രമേണ കളത്രവാനായിട്ടുള്ള ഒരു ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ ആസക്തിയില്ലാതെ തരണം ചെയ്യുന്നു. ഒട്ടും ആസക്തി ഉണ്ടാവില്ല. വ്യസനാർണവമത്യേതി, ഏത് കാര്യങ്ങൾ അവൻ ചെയ്താലും എപ്പോൾ വേണമെങ്കിലും അത് നിൽക്കും എന്ന ബോധത്തോടു കൂടിയിട്ടാണ് ചെയ്യുക. അത് നിൽക്കും എന്ന പൂർണ്ണ ബോധത്തോടു കൂടിയിട്ടാണ് ചെയ്യുക. അങ്ങനെയുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ ഗുരുനാഥൻ്റെ തന്നെ അച്ഛൻ, അദ്ദേഹം സാധാരണ ഈ ഷാരോടിമാർ മരിച്ചാൽ സമാധി ഇരുത്തുക ചെയ്യുക, ദയിപ്പിക്കില്ല. അദ്ദേഹത്തിനുള്ള കുഴി അദ്ദേഹം തന്നെ കുഴിച്ചു വെച്ചിരുന്നു എന്നാണ്. ദിവസവും അത് പോയി നോക്ക്, ഇത്രയും മരിക്കണതിൻ്റെ മുമ്പേ. അതിൽ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എന്നെ ഇതിൽ വെക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് ആ കുഴി ദിവസേന വൃത്തിയാക്കിയിരുന്നു എന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, മരണത്തെക്കുറിച്ച് എത്ര ബോധമുണ്ട്. ഇതൊരു ദിവസം സംഭവിക്കുന്നതാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി കഴിഞ്ഞ ഗൃഹസ്ഥന്മാർ എത്രയോ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ബോധമുള്ള ആൾക്കാരായിരിക്കണം ഗൃഹസ്ഥന്മാർ. ഇതൊക്കെ ശാശ്വതമാണെന്നും ഇതൊക്കെ ഇവിടെ തന്നെ എന്നും ഉണ്ടാവും താൻ എന്നും ഉള്ള വിചാരം വേണ്ട. അങ്ങനെയുള്ളവൻ വ്യസനത്തെ പ്രാപിക്കുന്നില്ല. വ്യസനാർണവമത്യേതി, സങ്കടമാകുന്ന സമുദ്രത്തെ അവൻ കടക്കും. എന്താണ് സമുദ്രം എന്ന് പറയുന്നത്? കടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഈ ബോധം ഉണ്ടായാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈശ്വരൻ കൈ പിടിച്ച് അവനെയാണ് കടത്തുന്നതാണ്. യാ മാഹുരാത്മനോഹ്യർത്ഥം ശ്രേയസ്കാമസ്യ മാനിനീയസ്യാം സുധുരമദ്യസ്യ പുമാഞ്ചരതി വിജ്വര ശ്രേയസ്കാമസ്യ, ശ്രേയസ് ആഗ്രഹിക്കുന്നവൻ്റെ, ആ ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതും കൂടി നമ്മളൊക്കെ ഓർക്കണം. സ്വർണം, ധനം, കാശ്, കൃഷി, ഭൂമി, ഇതൊന്നും അല്ല. ഇതൊക്കെ ഇപ്പം എന്തുണ്ടായിട്ട് നാളില്ലാണ്ട് എവിടെന്നാണ് പലപ്പോഴും നമ്മുടെ ദുഃഖത്തെ കൂട്ടുന്നതായിട്ടും വരാം. എസ്റ്റേറ്റ് ഉണ്ട്, അത് പാലിക്കണ്ടേ. വീടുണ്ട്, അത് നോക്കി രക്ഷിക്കണ്ടേ. ധനമുണ്ട്, അത് സംരക്ഷിക്കണ്ടേ. കൃഷിയുണ്ട്, അത് നോക്കണ്ടേ. അപ്പോൾ നമ്മുടെ മനസ്സമാധാനത്തെ വർദ്ധിപ്പിക്കുന്നതൊന്നുമല്ല. അതൊക്കെ തെറ്റിദ്ധാരണ. പക്ഷേ വേണം. ഇല്ലാണ്ട് ജീവിക്കാൻ വയ്യാതുകൊണ്ട് നമ്മൾ പിടിച്ചിരിക്കണമെന്നല്ലാണ്ട് ഇതൊക്കെ നമുക്ക് അനർത്ഥകരാണ് ശരിക്ക്. അപ്പോൾ എന്താണ് ശ്രേയസ്? ആ വാക്ക് മനസ്സമാധാനം. അതുകൊണ്ട് ദരിദ്രനായിരിക്കുന്ന കുചേലന് ശ്രേയസ് ഉണ്ടായിരുന്നു. മനസ്സിൻ്റെ മേപ്പെട്ടുള്ള ഗതിയാണ് ശ്രേയസ്. പ്രപഞ്ചത്തിൽ താഴാതെ സദാ ഈശ്വരഭാവത്തിൽ വർത്തിക്കുന്ന മനസ്സാണ് ശ്രേയസ്. അവനെന്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടൊന്നും അവൻ ദരിദ്രനാവുന്നില്ല. അപ്പം ആ ശ്രേയസ് ആഗ്രഹിക്കുന്നവൻ്റെ ആത്മന അർത്ഥം, ശരീരത്തിൻ്റെ പകുതിയായിട്ട് പത്നിയെ പറയുന്നു. ശരീരത്തിൻ്റെ പകുതിയായിട്ട് ആത്മന അർത്ഥം, ശരീരത്തിൻ്റെ പകുതിയാണ് പത്നി എന്നാണ് പറയണത്. കാരണം ഭഗവാൻ അർദ്ധനാരീശ്വരനായിട്ട് ശിവൻ ശരീരത്തിൻ്റെ പകുതി പാർവതിക്ക് കൊടുത്തു എന്ന് പറഞ്ഞത്. ഇവരൊക്കെ മാതൃകയാണ് കാണിക്കുന്നത്. പത്നി ആവശ്യമില്ലാത്തതാണ്, അനാവശ്യമാണ്, പ്രാധാന്യം കുറഞ്ഞതാണ്, പുരുഷൻ പറഞ്ഞ അടിമ കേട്ട് നിൽക്കേണ്ടവളാണ് എന്നൊന്നും നമ്മുടെ ശാസ്ത്രം പറഞ്ഞിട്ടില്ല. ഒക്കെ പുരുഷന്മാർ അങ്ങനെ ആക്കി തീർത്തത് ശാസ്ത്രത്തിൻ്റെ കുറ്റമേ അല്ല. അതുകൊണ്ട് ഇവിടെ കശ്യപൻ പറയണു, ഒരു പുരുഷൻ്റെ പകുതിയാണ് സ്ത്രീ. അവൾക്ക് എന്താണ് സ്ഥാനക്കുറവ്? ഒരു കുറവില്ല. യസ്യാം സുധുരം, തൻ്റെ ഭാരത്തെ മുഴുവനും ചിലപ്പോൾ വഹിക്കുന്നത് സ്ത്രീയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ നമ്മൾ അറിയണമെന്നില്ല എന്ന് മാത്രം അല്ലേ. അദ്യസ്യ, നിക്ഷേപിച്ചിട്ട് പുരുഷൻ ഈശ്വരഭാവത്തിൽ വർത്തിക്കുന്നു. അപ്പോൾ പുരുഷൻ്റെ ഈശ്വരഭാവത്തിൽ വർത്തിക്കാനുള്ള കാരണോ സൗകര്യമോ ഉണ്ടാക്കി കൊടുക്കുന്നതാരാ? സ്ത്രീകളാണ്. അത് മറക്കാൻ പറ്റുന്നില്ല. ആരോ പറഞ്ഞു ഇത്രേ, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ നല്ല ജോലിയാണ്, എനിക്ക് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ 12 മണിക്കൂർ ജോലിയാണ്. അതെന്താ അങ്ങനെ ഒരു ജോലി? ശമ്പളം ഉണ്ടോ വെച്ചാൽ ശമ്പളമൊന്നും കാര്യമായിട്ടില്ല. ജീവിതം തന്നെയാണ് എൻ്റെ ശമ്പളം. നോക്കുമ്പോൾ വീട്ടമ്മയാണ്. വീട്ടമ്മ ആയതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയാണ്. അപ്പോൾ ഇതവിടെ നടക്കാതെ കണ്ട് എങ്ങനെ പുരുഷൻ ഈശ്വര വിചാരം ചെയ്യും? അപ്പോൾ നമ്മൾ ഈശ്വര വിചാരം ചെയ്യുന്നുണ്ടെങ്കിലും
ഒരു പുരുഷന് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും അതൊക്കെ അവകാശം പകുതി ആർക്കാണെന്നറിയോ? പത്നിക്കാണ്. ആ വീട്ടിലെ സ്ത്രീകൾക്കാണ് അതിൻ്റെ അവകാശം. അവർ കാരണമാണ് ഇത് നേടാൻ നമുക്ക് സാധിക്കുന്നത് എന്ന ഓർമ്മ സത്യത്തിൽ നമുക്കുണ്ടാവണം. ഇവിടെ അങ്ങനെ തന്നെ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. ഭാഗവതം സ്വധുരം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാരത്തെ, പുരുഷൻ തൻ്റെ ഭാരത്തെ എവിടെയാണ് നിക്ഷേപിക്കുന്നത്? സ്ത്രീയിലാണ്. അധ്യസ്യ നിക്ഷേപിച്ചിട്ട് വെച്ച് മാറുകയാണ് ശരിക്കും. അപ്പം അത് വഹിക്കുന്നതും വലിക്കുന്നതും ആരാണ്? സ്ത്രീകളാണ്. പുമാൻ വിജ്വര, അങ്ങനെ പുരുഷൻ സുഖമായിട്ടിരിക്കണു. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ മഹത്തായ റോളാണ് ജീവിതത്തിൽ വഹിക്കുന്നത്. യാ മാഹുരാത്മനോ ഹ്യർത്ഥം, നമ്മുടെ പകുതി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. ശ്രേയസ്കാമസ്യമാനിനി യസ്യാം സുതിരമധ്യസ്യ പുമാൻ ചരതി വിജ്വരായാമാശിത്തേന്ദ്രിയരാധീൻ ദുർജയാനുതരാശ്രമീവ ജയമകേലാഭേദസ്ത്വം ദുർഗപതിര്യഥാ ഇതര ആശ്രമേഹി. വിവാഹം കഴിക്കാത്ത ആശ്രമങ്ങൾ, ബ്രഹ്മചാര്യം, മാനപ്രത്വമൊക്കെ അങ്ങനെയുള്ളതാണല്ലോ. ദുർജയാൻ, ജയിപ്പാൻ ഏറ്റവും പ്രയാസമുള്ള ഇന്ദ്രിയങ്ങളെ, ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ. ദുർഗപതീൻ ദസ്യൂന്യഥ, ചോരന്മാരുടെ എന്ന പോലെ. വയം, ഞങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവർ യാം, യാതൊരുത്തിയെ പത്നിയെ ആശ്രയിച്ചിട്ട് ജയിക്കുന്നു. ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്നത് ഏതൊരാൾക്കും ആവശ്യമാണ്. ഇന്ദ്രിയത്തിന് വശംഗനായിട്ടുള്ള പുരുഷൻ മഹത്തായിട്ടുള്ള ആപത്ത് നേരിടും. രാമായണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാവണനോട് ഉപദേശം കൊടുത്തു, ഇതാ സീതയിൽ ഭ്രമിച്ചിട്ട് വലിയ ആപത്താണ് നീ ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഇന്ദ്രിയ വശകത്വം മനുഷ്യനുണ്ടാവാതിരിക്കാൻ ഏറ്റവും എളുപ്പവും നല്ല മാർഗമാണ് അത്ര ഗൃഹസ്ഥാശ്രമം. ബ്രഹ്മചര്യം മുതലായിട്ടത് സന്യാസം, ഇതിലൊക്കെ അത് പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ദ്രിയങ്ങൾ ശക്തങ്ങളാണ്. ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമപി കർഷതി, വിദ്വാനെ പോലും വഴി തെറ്റിക്കും. ഇന്ദ്രിയം കൂട്ടം, ഗ്രാമം എന്ന് പറഞ്ഞാൽ ശക്തന്മാരാണ്. അപ്പോൾ അത് അനുഭവിച്ചു കൊണ്ട് അതിനെ ഒതുക്കണം. അനുഭവിക്കാതെ ഒതുക്കിയാൽ അത് ശക്തിയായിട്ട് പുറത്തേക്ക് ചാടുക ചെയ്യുക. അനുഭവിച്ചു കൊണ്ടാവുമ്പോൾ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. അതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ അടിസ്ഥാന തത്വം. എല്ലാം അനുഭവിച്ചിട്ട് അതിൽ മതിയാവുക, വിരക്തി വരിക. പായസം കഴിക്കണം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ആഗ്രഹം കൂടുകയുള്ളൂ. കഴിക്കാണ്ടിരുന്നാൽ കഴിച്ചാലോ ഒരു ഘട്ടത്തിൽ മതിയാവും. മതി ടൊഞ്ഞി വേണ്ടാന്ന് പറയും നമ്മളല്ലേ, ശരിയല്ലേ? ഏതോ അങ്ങനെയാണ്. അതേപോലെ അനുഭവിച്ച് നമുക്ക് മതി വന്നാൽ പിന്നെ അതിലുള്ള ആസക്തി കുറയും. അതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പ്രിൻസിപ്പിൾ. യാമാശിത്തേന്ദ്രിയാരാധ്യം ദുർജയാൻ ജയിക്കാൻ പ്രയാസമുള്ള ഇന്ദ്രിയങ്ങളെ വയം ജയേമ കേലാഭി ദസ്യോ ദുർഗപതിര്യഥ. ഒരു കോട്ടയുടെ ഉള്ളിൽ ഇരുന്നിട്ട് സുരക്ഷിതമായി ശത്രുവിൽ നിന്ന് മുക്തനായിട്ടുള്ള ഒരാളെ പോലെ ഒരു കോട്ടയിലാണെന്നാണ്. അവിടെ അതൊന്നും പേടിക്കാനില്ല, കാരണം ആരും ആക്രമിക്കില്ല. അതുപോലെ സുരക്ഷിതമാണ് നമ്മുടെ മനസ്സ്. വേറെ എവിടേക്കും പോവില്ല അധികം. ന വയം പ്രഭവത്താം ത്വാമനുകർത്തും ഗൃഹേശ്വരി. ഇവിടെ ശരിക്കും പറയാച്ചാൽ സന്താനാഭ്യർത്ഥന നടത്തി അത് കൊടുക്കുക വേണ്ടു. പക്ഷേ ഈ തത്വം ഇവിടെ പറയണത് എന്തിനാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. കഥ മാത്രമല്ലല്ലോ ഭാഗവതം. കശ്യപമഹർഷിയോട് ആവശ്യപ്പെട്ടു, കശ്യപമഹർഷി തിരിച്ചെന്തേ ചെയ്തതെന്ന് പറയുക, അതല്ല കഥ. അവിടെ സന്ദർഭം കിട്ടിയപ്പോൾ കുറച്ച് തത്വങ്ങൾ നമുക്ക് പഠിക്കാം. അതാണ് പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയൊക്കെ അടിസ്ഥാനം. അല്ലാണ്ട് ആ കഥയല്ലല്ലോ. കശ്യപമഹർഷി എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. അവിടെ എന്ത് പറഞ്ഞു എന്നുള്ളതിനാണ് പ്രാധാന്യം. ന വയം പ്രഭവത്വാം ത്വാമനുകർത്തും ഗൃഹേശ്വരി അപ്യായുഷ വാ കാർഷ്ണേന ഏജാന്യേ ഗുണകൃത്രവ. ഹേ ഗൃഹനായികേ എന്ന് വിളിക്കുകയാണ്. ഗൃഹേശ്വരി, ഗൃഹനായികേ. തം ത്വാം അനുകർത്തും, നിന്നെ അനുകരിക്കാനായിക്കൊണ്ട്, സ്വയം ഞങ്ങളും ഗുണങ്ങളെ ആഗ്രഹിക്കുന്നവരായ അന്യന്മാരും, ഞാനും എന്നെപ്പോലുള്ളവരും പൂർണ്ണമായി നിൻ്റെ തൃപ്തിപ്പെടുത്താൻ
നിന്നെ തൃപ്തിപ്പെടുത്താൻ സമർത്ഥരല്ല. അവിടെ സമ്മതിക്കുകയാണ് തൻ്റെ പരിമിതി. ന വയം പ്രഭവത്വാം ത്വാം, പൂർണ്ണമായിട്ട് നിനക്ക് കടപ്പാട് വീട്ടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ന വയം പ്രഭവത്താം ത്വാം അനുകർത്തും ഗൃഹേശ്വരി, എന്നോടുള്ള കടപ്പാട് വീട്ടാൻ പൂർണ്ണമായും ഞങ്ങൾ പ്രാപ്തരല്ല. അപ്യാവിഷാവ കാർണേന ഏജാന്യേ ഗുണകൃത്തവ, ഞാനും അതെ, നല്ലവരായിട്ടുള്ള ഞങ്ങളും അതെ. അഥാപി കാമമേതന്തേ പ്രജാത്തേ കരവാണ്ണിലം മെതാമാന്നാദി വോചന്തി മുഹൂർത്തം പരിപാലയ. അതുകൊണ്ട് ഒരു ലേശം താമസിക്കണം. ഇപ്പം നിൻ്റെ ആഗ്രഹം സാധിപ്പിക്കാൻ പറ്റിയ സമയമല്ല, സന്ധ്യയാണ്. പ്രജാത്യൈ ഏതം തേ കാമം, പ്രജയ്ക്കായിട്ട് സന്താനത്തിനായിട്ടുള്ള നിൻ്റെ ആഗ്രഹം. അലങ്കരവാണി, തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം കരവാണി. പക്ഷേ ലേശം സമയം കഴിയട്ടെ, ഈ സന്ധ്യ കഴിയണം. യഥാ മാം ന അതിവോചന്തി, സജ്ജനങ്ങളോ അറിവുള്ളവരോ എന്നെ നിന്ദിക്കാൻ പാടില്ല. അങ്ങനത്തെ സമയം ആവട്ടെ. അപ്പോൾ ആണെങ്കിൽ അവരൊക്കെ എന്നെ നിന്ദിക്കില്ലേ? അതുകൊണ്ട് സജ്ജനസമ്മതമായിരിക്കുന്ന വിധത്തിൽ ഞാനത് സാധിപ്പിച്ചു തരാം. തഥാ മുഹൂർത്തം പരിപാലയ, ഈ മുഹൂർത്തം സന്ധ്യയാണ്, ഈ സമയം കഴിയട്ടെ. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിൻ്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. അഥാപിക്കാമമേതം തേ പ്രജാത്തേ കരവാണി, അലം, ഞാൻ ചെയ്തു തരാം. പക്ഷെ സജ്ജനങ്ങൾ എന്നെ നിന്ദിക്കാത്ത വിധത്തിലാവണം. യഥാമാന്നാദി വോചന്തി, എങ്ങനെ സജ്ജനങ്ങൾ എന്നെ നിന്ദിക്കില്ലയോ. നാദി വോചന്തി മുഹൂർത്തം പരിപാലയ, ഒരൽപ്പം കഴിയട്ടെ. ഏഷാ ഘോരതമാ വേള ഘോരാണാം ഘോരദർശന ചരന്തി യസ്യാം ഭൂതാനി ഭൂതേശാനുചരാണിക. ഏഷാ ഘോരാണാം, ഘോരന്മാരുടെ ഭയങ്കര ദർശനത്തോടു കൂടിയ, ഘോരാണാം ഘോരദർശന, പിശാചുക്കളും പല സത്വങ്ങളും ശിവാംശങ്ങളും പ്രത്യേകിച്ച് സന്ധ്യയ്ക്ക് അന്തരീക്ഷത്തിലുണ്ടാവും എന്നാണ്. കാരണം സന്ധ്യയ്ക്ക് പുറത്തിറങ്ങി നടക്കരുത്. സന്ധ്യയ്ക്കും പാടില്ല, രാത്രിയും പാടില്ല. രാത്രി ഉണ്ടാവും ഇത്ര ഇതൊക്കെ. നിശാചരന്മാർ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുന്ന രാക്ഷസന്മാരുടെ സ്വഭാവമാണ്. മനുഷ്യർ സന്ധ്യയ്ക്ക് മുമ്പേ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പേ വീട്ടിലെത്തണം. എവിടേക്ക് പോയാലും, പണ്ട് അങ്ങനെ പറയുക, എവിടെ പോയാലും അങ്ങനെയാണ്. വിവാഹം കഴിഞ്ഞ് സ്ത്രീ വീട്ടിലേക്ക് കയറുമ്പോൾ അടക്കം വിളക്ക് കൊളുത്തുന്നതിൻ്റെ വിളക്ക് കൊളുത്തിയ സമയത്ത് അതിന് മുമ്പേ എത്തണം. അല്ലച്ചാ അന്ന് വരണ്ടാന്ന് വെച്ചിരുന്നു ഇത്രയും പണ്ടൊക്കെ. അതിൻ്റെ അവിടെ കൂടാ പിറ്റേ ദിവസം വരിക. ഇതൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. സ്വഭാവം അടക്കം മാറുന്നതാണ്. സന്ധ്യയ്ക്കും രാത്രി സഞ്ചരിക്കുന്നവരുടെ സ്വഭാവം, സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തുന്നവരുടെ സ്വഭാവം വ്യത്യാസം ഉണ്ടാവും. ആണ് ഏഷാ ഘോരതമാവേള, ഘോരമായിട്ടുള്ള സമയമാണ് സന്ധ്യ, രാത്രി ഒക്കെ. അതെ. ഘോരാണാം ഘോരദർശന, പെട്ടെന്ന് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത പല സത്വങ്ങളും അന്തരീക്ഷത്തിലുണ്ടാവുന്നത് രാത്രിയാണ്. അത് ചിലപ്പോൾ നമ്മളെ ബാധിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം അടക്കം മാറും, പ്രകൃതം പെരുമാറ്റമൊക്കെ മാറുന്ന. ചരന്തിയസ്യാം ഭൂതാനി ഭൂതേശാനുചരാണിഹ ഏതസ്യാം സ്വാതിസന്ധ്യായാം ഭഗവാൻ ഭൂതഭാവന പരീതോ ഭൂതവർട്ടഭേർ വിഷേണാടതി ഭൂതരാട്. ഭൂതരാട്ടായിരിക്കുന്ന പരമേശ്വരൻ ശ്രീരുദ്രൻ സന്ധ്യയ്ക്ക് സഞ്ചരിക്കും. ഓരോ ദൈവങ്ങൾക്കും ഓരോ മുഹൂർത്തമുണ്ട്. സന്ധ്യയ്ക്ക് ശിവനാണ്. സന്ധ്യയ്ക്ക് എത്ര നാമം ചൊല്ലിയിട്ട് നമശിവായ ചെല്ലാതെ എന്ത് ചൊല്ലിയിട്ടും കാര്യമില്ല. നമശിവായ ചൊല്ലിയാൽ വേറെ ഒന്നും വേണമെന്നുമില്ല, നിർബന്ധമില്ല. അതാണ് പണ്ട് നമശിവായ ചൊല്ലുക എന്നാണ് പറയുക, നാമം ചൊല്ലുക എന്നും കൂടിയല്ല. നമശിവായ എന്നൊറ്റ നാമം ചൊല്ലി ബാക്കിയൊക്കെ നമ്മൾ വിഷ്ണുവിൻ്റെ ചൊല്ലുക ചെയ്യണത്. നമശിവായ 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 എന്ന് ചെല്ലേണ്ട സമയമാണ് സന്ധ്യ. വിഷ്ണു സാത്വിക ആയതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം വൈഷ്ണവം ഒക്കെ രാവിലെ ചെല്ലുന്നതാണ് നല്ലത്. ലളിതാ സഹസ്രനാമം രാത്രി ചെല്ലിയതുകൊണ്ട് ദോഷമില്ല. കാരണം ദേവിയുടെ മുഹൂർത്തം എപ്പോഴും സന്ധ്യ കഴിഞ്ഞിട്ടാണ്. കാളി, ഭദ്രകാളി ഇതൊക്കെ ഭഗവത് സേവയൊക്കെ രാത്രി ചെയ്യുക, രാവിലെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഗണപതി ഹോമം എപ്പോഴും രാവിലെ ചെയ്യുക. എവിടെയെങ്കിലും രാത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, രാവിലെ ചെയ്യണം.
അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഭദ്രകാളിയുടെ രാത്രി വിരോധമില്ലാത്തൊരു ഉപാസനയാണ് ദേവി ഭദ്രകാളി. അപ്പോൾ സന്ധ്യയ്ക്ക് എപ്പോഴും ശിവനാമം ചെല്ലണം. അങ്ങനത്തെ സമയത്ത് ദീദി നീ പറഞ്ഞത് സന്താന വിഷയം അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ആ സന്ധ്യയ്ക്ക് ഉള്ള പ്രത്യേകതകളും പരമേശ്വരന് പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.